ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൽ വസ്ഫി, വസ്ഫിനെ കുറിച്ചാണ്. വൽ വസ്ഫു, വസ്ഫ് യഖ്തസ്സു ഐലൻ, വസ്ഫു ഐലൻ, വസ്ഫും നേരത്തെ പറഞ്ഞ ഇലാഫത്ത് പറഞ്ഞല്ലോ. ഇലാഫത്തിന് പുറമെ വസ്ഫും ആൾസോ എന്നർത്ഥം, ഐലൻ. വസ്ഫും യഖ്തസ്സു ബിൽ ഇസ്മി, ഇസ്മിനെ കൊണ്ട് പ്രത്യേകമാകും. ഈ വസ്ഫ് പറയുക, സിഫത്ത് പറയുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇസ്മിന് മാത്രം വരുന്നതാണ്. ദൂനൽ ഫിഇലി, ഫിഇലിനെ കൂടാതെ. ഈ വസ്ഫ് പറയുക എന്നതും ഇസ്മിനെ കൊണ്ട് പ്രത്യേകമാണ്. ഏതുണ്ടാവില്ല? ഫിഇലിനെ കൂടാതെ. വസ്ഫ് എന്ന് പറഞ്ഞാലും സിഫത്ത് എന്ന് പറഞ്ഞാലും നഅത്ത് എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെയാണ്. വസ്ഫ് എന്ന് പറഞ്ഞാലും സിഫത്ത് എന്ന് പറഞ്ഞാലും നഅത്ത് എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ വസ്സിഫത്തു, സിഫത്ത് തത്ബഉ, അത് പിന്തുടരും. അൽ മൗസൂഫ, മൗസൂഫിനോട് പിന്തുടരും. ഫി അർബഅത്തിൻ, 4 കാര്യങ്ങളിൽ പിന്തുടരും. മിൻ അശ്റത്തി അഷിയാ, 10 കാര്യങ്ങളിൽ നിന്നും 4 എണ്ണത്തിൽ പിന്തുടരും. അപ്പൊ ടോട്ടൽ 10 കാര്യങ്ങളുണ്ട്. അതില് 4 എണ്ണത്തിൽ മൗസൂഫിനോട് സിഫത്ത് പിന്തുടരും. ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ നോക്ക് നിങ്ങൾ. ജാഅനി റജുലുൻ സാലിഹുൻ, ജാഅനി എൻ്റെ അടുക്കൽ വന്നു, റജുലുൻ ഒരു പുരുഷൻ, സാലിഹുൻ നല്ലവനായ ഒരു പുരുഷൻ എൻ്റെ അടുക്കൽ വന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, റജുലുൻ എന്നത് മൗസൂഫാണ്. സിഫത്ത് ഏതാണ്? സാലിഹുൻ എന്നതാണ് സിഫത്ത്. സാലിഹുൻ എന്നതാണ് സിഫത്ത്. അപ്പോൾ ആ സിഫത്ത്, സാലിഹ് എന്ന സിഫത്ത് റജുല് എന്ന മൗസൂഫിനോട് പിൻപറ്റി, 4 കാര്യങ്ങളിൽ പിൻപറ്റി. ടോട്ടൽ 10 വിഷയത്തിൽ 4 എണ്ണത്തിൽ പിൻപറ്റി. മൗസൂഫിനിക്ക് റഫ് ആണ്, അപ്പൊ സാലിഹു എന്നുള്ളതിനും റഫാണ്. ഇനി മൗസൂഫിനിക്ക് നെസ്ബാണെങ്കിലോ സാലിഹ് എന്നുള്ളതിനും നെസ്ബ് വേണം, സിഫത്തിനും നെസ്ബ് വേണം. ജറാണെങ്കിലോ അപ്പൊ ജറ് വേണം. അപ്പൊ റഫ്, നസ്ബ്, ജറ് ഇവകളിൽ ഏതാണോ മൗസൂഫിനിക്കുള്ളത് അത് തന്നെയായിരിക്കണം സിഫത്തിനും. അപ്പോ സിഫത്തിനിക്ക് നസ്ബും മൗസൂഫിനിക്ക് റഫും അത് വരൂല. മൗസൂഫിനിക്ക് റഫ് ആണോ എന്നാൽ സിഫത്തിനും റഫ് തന്നെ ആയിരിക്കും. മൗസൂഫിനിക്ക് നസ്ബാണോ എന്നാൽ സിഫത്തിനിക്കും നസ്ബായിരിക്കും. അപ്പൊ ഈ 3 എണ്ണത്തിൽ ഒന്ന്, റഫ്, നസ്ബ്, ജറ് ഇവകളിൽ 3 എണ്ണത്തിൽ ഒന്നിനോട് പിൻപറ്റണം. പിന്നെ ഏകവചനമാണോ ബഹുവചനമാണോ ദ്വിവചനമാണോ, അങ്ങനെയുണ്ടല്ലോ. ഏകവചനം, ബഹുവചനം, ദ്വിവചനം. അപ്പൊ സിഫത്ത് മൗസൂഫ് ഏകവചനമാണെങ്കിൽ, മൗസൂഫ് ഏകവചനമാണെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ സിഫത്തും സിംഗുലർ ആവണം. മൗസൂഫ് ദ്വിവചനമാണെങ്കിൽ, തസ്നിയ ആണെങ്കിൽ സിഫത്തും തസ്നിയ ആവണം. മൗസൂഫ് പ്ലൂറൽ ആണ്, ബഹുവചനമാണെങ്കിൽ, ജംഅ ആണെങ്കിൽ സിഫത്തും ജംഅ ആവണം. ഇവിടെ കണ്ടോ നിങ്ങൾ, റജുലാനി സ്വാലിഹാനി, അവിടെ ദ്വിവചനാണ്. ദ്വിവചനായപ്പോൾ എന്ത് ചെയ്തു? റജുലാനി എന്നുള്ള മൗസൂഫും 2 എണ്ണാണ്, അപ്പൊ സിഫത്താകുന്ന സ്വാലിഹാനി 2 എണ്ണായി. ഇംറഅത്തുൻ സ്വാലിഹത്തുൻ, അതുകൊണ്ട് പെണ്ണ്, സ്വാലിഹത്തായ ഒരു പെണ്ണ്, അത് പെണ്ണ. പെണ്ണായപ്പോൾ അവിടെ സ്വാലിഹത്തുൻ എന്ന് പറഞ്ഞു. പുരുഷനായപ്പോൾ സ്വാലിഹുൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ മുഅന്നസ് ആണെങ്കിലും മുദക്കർ ആണെങ്കിലും, മുഅന്നസ് ആണോ മൗസൂഫ് എന്നാൽ സിഫത്തും മുഅന്നസ് ആവണം. മുദക്കറാണോ മൗസൂഫ്, പുല്ലിംഗമാണോ മൗസൂഫ് എന്നാൽ അത് പുല്ലിംഗമാവണം.
ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയും. രണ്ട്. ജുമാന, ഷംന. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏകവചനമാണെങ്കിൽ സിഫത്തും ഏകവചനമാവണം, റഫ് ആണെങ്കിൽ റഫ് ആവണം, ജറാണെങ്കിൽ ജറാവണം, നെസ്ബാണെങ്കിൽ നെസ്ബാവണം. അപ്പോൾ ആ ഏറാബ് മൂന്നെണ്ണത്തിൽ ഒന്നിൽ പിൻപറ്റണം. ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നീ മൂന്നെണ്ണത്തിലും ഒന്നിൽ പിൻപറ്റണം. അപ്പോൾ 6-ൽ 2 പിൻപറ്റണം. 6 കാര്യങ്ങളിൽ 2 പിൻപറ്റണം. പിന്നെ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ അതിലൊന്ന്. അപ്പോൾ 8-ൽ 3 പിൻപറ്റണം. പിന്നെ മഅരിഫയാണോ നെക്കിറയാണോ അതിലും ഒന്നിൽ പിൻപറ്റണം. മഅരിഫയാണെങ്കിൽ മൗസൂഫും മഅരിഫയാണെങ്കിൽ സിഫത്തും മഅരിഫയാവണം. മഅരിഫ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ആളാവണം. നെക്കിറ എന്ന് പറഞ്ഞാൽ കോമൺ. റജുലുൻ സാലിഹുൻ എന്നാകുമ്പോൾ റജുലുൻ കോമൺ ആണ്, സ്വാലിഹുൻ കോമൺ ആണ്, നെക്കിറയാണ്. ഇനി അർറജുലു എന്നാകുമ്പോഴോ അത് മാരിഫായി, ദ മാൻ. അപ്പോൾ അവിടുത്തെ സിഫത്തിലും എന്ത് വേണം? അസ്സാലിഹു എന്ന് വേണം. അർറജുലു അസ്സാലിഹു, അലിംറഅത്തു അസ്സാലിഹത്തു ഉണ്ടാവും. അവിടെയും എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ 10 കാര്യങ്ങളിൽ 4 പിൻപറ്റണം. ആ 10 കാര്യങ്ങളാണ് പറയണത്. നോക്കണേ. ഒന്ന് ഫിർ റഫ്ഇ വൻ നസ്ബി വൽ ജർരി, ഇതിലൊന്ന് പിൻപറ്റണം. വത്തൗഹീദി വത്തസ്നിയത്തി വൽ ജംഇ, തൗഹീദ് പറഞ്ഞാൽ ഏകവചനം, തസ്നിയ ദ്വിവചനം, ജംഇ ബഹുവചനം, അതിലൊന്നിൽ പിൻപറ്റണം. അപ്പോൾ 1 1 2 ടോട്ടലി 6. തഅരീഫി വത്തൻകീരി, മഅരിഫയാണോ നെക്കിറയാണോ, കോമൺ നൗൺ ആണോ പ്രോപ്പർ നൗൺ ആണോ? കോമൺ ആണെങ്കിൽ കോമൺ ആയിരിക്കണം, പ്രോപ്പർ ആണെങ്കിൽ പ്രോപ്പർ ആയിരിക്കണം. അപ്പോൾ 8-ൽ 3 ആയി. തദ്കീരി വത്തഅനീസ്, മുദക്കർ മുഅന്നസ്, പുല്ലിംഗം സ്ത്രീലിംഗം. അപ്പോൾ ജെൻഡറിൽ എന്ത് ചെയ്യണം? വ്യത്യാസം വരാൻ പാടില്ല, ഒരേ രൂപത്തിലാവണം. മുദക്കറാണെങ്കിൽ ഇവിടെയും മുദക്കറാവണം, മുഅന്നസാണെങ്കിൽ മുഅന്നസാവണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ 10-ൽ 4. അങ്ങനെയാണ് 10-ൽ 4 പറ്റും. വലാ തൂസഫുൽ മഅരിഫത്തു, മഅരിഫ വിശേഷണം പറയപ്പെടുകയില്ല. ഇല്ലാ ബിൽ മഅരിഫത്തി, മഅരിഫ കൊണ്ടല്ലാതെ. മഅരിഫക്ക് സിഫത്ത് പറയണമെങ്കിൽ മഅരിഫ കൊണ്ടേ പറ്റൂ. വലൻ നക്കിറത്തു ഇല്ലാ ബിൻ നക്കിറ, നക്കിറ വിശേഷണം പറയപ്പെടൂല, സിഫത്താക്കപ്പെടുകയില്ല. ഇല്ലാ ബിൻ നക്കിറത്തി, നക്കിറ കൊണ്ടല്ലാതെ. അപ്പോൾ മഅരിഫ കൊണ്ട് മാത്രമേ വിശേഷണം പറയൂ, നക്കിറ കൊണ്ട് മാത്രമേ വിശേഷണം പറയൂ. വലാ നൗഉം മിൻഹ, ഈ 10 കാര്യങ്ങളിൽ ഒരു ഇനം, ഇല്ലാ ബി നൗഇഹ, അതേ ഇനം കൊണ്ടല്ലാതെ വിശേഷണം പറയില്ല. റഫ് കൊണ്ടേ പറയൂ, നെസ്ബ് കൊണ്ടേ പറയൂ, തൗഹീദ് കൊണ്ടേ പറയൂ, തസ്നിയ കൊണ്ടേ പറയൂ. ഓക്കെ ആണോ? ഒരിനം മറ്റൊരിനം കൊണ്ട് പറയില്ല, അതേ ഇനം കൊണ്ട് മാത്രമേ പറയൂ. ഇവിടെ ക്ലിയർ അല്ലേ? യെസ്. ഇനി ഉദാഹരണങ്ങളാണ് മൊത്തം പറയുന്നത് കേട്ടോ. തഖൂലു ജാഅനി റജുലുൻ സാലിഹുൻ വറജുലാനി സാലിഹാനി വജാഅത്നി, പെണ്ണായതുകൊണ്ടാണ് വജാഅത്നി എന്ന് പറഞ്ഞത്. വജാഅത്നി ഇംറഅത്തുൻ സാലിഹത്തുൻ വംറഅതാനി സാലിഹത്താനി, സാലിഹുൻ സാലിഹാനി സാലിഹൂന സാലിഹത്തുൻ സാലിഹത്താനി, ആ സാലിഹത്താനി. വശൈഖു സാലിഹു മഅരിഫ, വശൈഖു സാലിഹു, വശൈഖത്തു സാലിഹത്തു അത് മഅരിഫ. ആരാണത്? പെണ്ണ്, ശൈഖത്ത്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, ഫിൽ മഅരിഫ, മഅരിഫയിൽ, ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഖൗമു എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്. വൽ കാഫിരീൻ ജറ്, ഖൗമി എന്നുള്ളതിന് കസ്റത്ത് കൊണ്ട് ജറ്, കാഫിരീൻ എന്നുള്ളതിന് യാവ് കൊണ്ട് ജറ്. ജറായിരിക്കും, പക്ഷെ ജറിന്റെ അടയാളങ്ങൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ജറ് കസ്റത്ത് കൊണ്ടാണ്, ഇവിടെ കസ്റത്താണ്, പക്ഷെ കാഫിരി എന്നുള്ളതിലോ സിഫത്താണ് കാഫിരി എന്നുള്ളത്, അതിൽ യാവ് കൊണ്ടാ ജറ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഫിൻ നക്കിറ, നക്കിറയിൽ, ഇന്നഹാ കാനത് മിൻ ഖൗമിൻ കാഫിരീൻ. കണ്ടോ, അവിടെ അലിഫ് ലാം ഒഴിവാക്കി, രണ്ടിലും ഒഴിവാക്കി. മിൻ ഖൗമിൻ കാഫിരീൻ. ഓക്കെ, യെസ്, പറയൂ. ക്ലിയർ അല്ലേ? കാശിഫ, ഷംന,
വന്നകിറത്തു നക്കിറ ഇദാ ഉസിഫത്ത് അത് വസ്ഫ് പറയപ്പെട്ടാൽ വിശേഷണം പറയപ്പെട്ടാൽ എല്ലാവർക്കും ആ സ്കൂളിൽ എല്ലാവർക്കും ഒരേ നമ്പർ ആയിരിക്കും. ഇത് മാത്രം മാറ്റുണ്ടാവും. അത് മാത്രമേ എഴുതിക്കോ. അപ്പോൾ വന്നക്കിറത്തു നക്കിറ ഇദാ ഉസിഫത്ത് അത് വിശേഷണം പറയപ്പെട്ടാൽ, അത് വസ്ഫ് പറയപ്പെട്ടാൽ സാറത്ത് മഅരിഫത്തൻ അതൊരു മഅരിഫയായി മാറും. മഅരിഫയായി മാറും. സ്വാലിഹായ റജുല് ഒരു പുരുഷൻ, നല്ലവനായ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഗുണം കിട്ടിയല്ലോ. വെറും ഒരു പുരുഷൻ എന്ന് പറയുമ്പോഴുള്ള ഒരു മീനിങ് അല്ലല്ലോ. നല്ലവനായ ഒരു പുരുഷൻ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സിഫത്ത് പറയുന്ന സമയത്ത് മൗസൂഫ് വേണം. മൗസൂഫ് ഉണ്ടാവുമല്ലോ. മൗസൂഫ് പറഞ്ഞാൽ ആദ്യത്തെ ഇസ്മ, അതിന് വിശേഷണമാണ് സിഫത്ത്. റജുലുൻ സാലിഹുൻ എന്നുള്ള റജുല് മൗസൂഫ്, സാലിഹുൻ സിഫത്ത്. അത് 10 കാര്യങ്ങളിൽ 4 എണ്ണത്തിൽ യോജിക്കണം. ഇനി വലാ യജൂസു ഫസ്ലുൻ, ചെറിയൊരു അധ്യായമാണ്. വലാ യജൂസു അനുവദനീയമല്ല അയ്യകൂന സിഫത്തു ഇല്ലാ മുസ്തഖൻ, മുസ്തഖ് മാത്രമേ ആവാൻ പറ്റൂ. മുസ്തഖ് മാത്രം. മുസ്തഖ് എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് ഇസ്മു ഫായിലാവണം, അല്ലെങ്കിൽ ഇസ്മു മഫൂലാവണം, സിഫത്ത് മുഷബ്ബഹാവണം, അങ്ങനെയാണ്. ഒരു ജാമിദായ ഒരു ഇസ്മു പറ്റൂല. ഉദാഹരണം പറയാം, സൈദുൻ അമ്രുൻ, അമ്രായ സൈദിന്റെ അരികിലൂടെ ഞാൻ നടന്നുപോയി, അങ്ങനെ പറയില്ല. അപ്പോൾ ഒന്നിരിക്കൊരു ഇസ്മു ഫായിലാവണം. ജാഅനി സൈദുൻ അല്ലെങ്കിൽ ജാഅനി റജുലുൻ സ്വാലിഹുൻ, അത് ഇസ്മു ഫായിലാണ്. സ്വലഹ എന്നുള്ളതിൻ്റെ ഇസ്മു ഫായിലാണ് സ്വാലിഹ്, അല്ലെങ്കിൽ ഇസ്മു മഫൂലാണ്, അല്ലെങ്കിൽ സിഫത്ത് ആയിട്ട് വരും. അങ്ങനെയുള്ള മുസ്തഖായത് മാത്രമേ പറ്റൂ. മുസ്തഖ് എന്ന് പറഞ്ഞാൽ ഇസ്മു ഫായിൽ ഇസ്മു മഫൂലൊക്കെ ആയിട്ട് വരുന്ന പദങ്ങൾ മാത്രമേ സിഫത്തായി വരാൻ പറ്റൂ. ഔ ബി മഅനൽ മുസ്തഖി, അല്ലെങ്കിൽ മുസ്തഖിന്റെ ആശയമുള്ള മഅനുള്ള ഇസ്മു ഫായിലിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇസ്മു മഫൂലിന്റെ അർത്ഥത്തിന് വരുന്ന മറ്റ് പദങ്ങളും പറ്റും. അപ്പോൾ ഉദാഹരണം നോക്കണേ, ശ്രദ്ധിക്കണേ. ഫൽ മുസ്തഖു, മുസ്തഖ് എന്ന് പറഞ്ഞാൽ അതായത് വേറൊന്നിൽ നിന്നും പിടിക്കപ്പെട്ടത് എന്നാണ് മുസ്തഖ് എന്നർത്ഥം. അതായത് മസ്തറാണല്ലോ, മസ്തർ എന്നാണല്ലോ നമ്മൾ ഓരോന്നും ഉണ്ടാക്കുക. അപ്പോൾ ഫഅല യഫ്അലു ഫഅലൻ, ഈ ഫഅല് എന്നുള്ള മസ്തറിൽ നിന്നാണ് ഫഅലയും ഫഅലും ഫായിലും മഫ്ഊലും ഒക്കെ വരുന്നത് എന്നാണ്. അപ്പോൾ മസ്തറിൽ നിന്നും പിടിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ പിടിക്കപ്പെട്ടതാവണം. നഹ്വു ജാഅനി റജുലുൻ സ്വാലിഹുൻ, അവിടെ സ്വലാഹ് എന്നുള്ള മസ്തറിൽ നിന്ന് പിടിച്ചതാണ് സ്വാലിഹ് എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളത് മാത്രമേ സിഫത്തായിട്ട് വരൂ. ജാഅനി റജുലുൻ സ്വാലിഹ്. അപ്പോൾ മുസ്തഖ് അല്ലാത്തതോ വൈറുൽ മുസ്തഖി, മുസ്തഖ് അല്ലാത്തത് നഹ്വു കൗലിക, നിന്റെ വാക്കുപോലെയാണ്. മറർത്തു ബി റജുലിൻ അബി അശ്റത്തിൻ. അബ് എന്നുള്ളത് എന്തെന്ന് പിടിച്ചതാ? അതൊരു ഇസ്മാണ്, വേറൊന്നൊന്നും പിടിച്ചതല്ല, ഉണ്ടാക്കിയതല്ല. സ്വലാഹ് എന്നുള്ളത് ഉണ്ടാക്കിയതാണ് സ്വാലിഹ്. ജുലൂസ് എന്നുള്ളത് ഉണ്ടാക്കിയാണ് ജാലിസ്, ഇസ്മുഫായിലായിട്ട് വരുന്നത്. അബ് എന്നുള്ളത് എന്തെന്ന് ഉണ്ടാക്കിയതാ, പിടിച്ചതാ? അത് പ്രത്യേകിച്ച് ഒരു പദത്തിൽ നിന്നല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നത്? ഫഹു ബി മഅനൽ മുസ്തഖ്. അപ്പം മുസ്തഖിൻ്റെ മഅനയാണത്. ഐ വാലിദി അസ്റത്തിൻ, 10 പേരുടെ ഉപ്പയായ. അപ്പോൾ വാലിദ് വലത, അതൊന്ന് പിടിച്ച വാലിദ് വന്നു. അപ്പോൾ ഒന്നിരിക്ക മുസ്തഖാവണം. മുസ്തഖാവണം എന്ന് പറഞ്ഞാൽ ഇസ്മുഫായിൽ ഇസ്മു മഫൂല് സിഫത്ത് മുഷബ്ബഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാവണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ മഅനക്കുള്ളതാവണം. സിഫത്തിൻ്റെ മുസ്തഖിൻ്റെ മഅനക്കുള്ളത്. ഇവിടെ പറഞ്ഞ പോലെ അബ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മാണ്. ശരിക്ക് ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മു കൊണ്ട് സിഫത്ത് പറയാൻ പറ്റൂല. പക്ഷെ അവിടെ നമ്മൾ മുസ്തഖിൻ്റെ മാന, മുസ്തഖായ ഒരു മാനയെ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. വാലിദി അശ്റത്തി എന്നാക്കാണ്. വാലിദ് എന്നുള്ള ഇസ്മുഫായിലാണല്ലോ, വലതൻ്റെ ഇസ്മുഫായിലാണ് വാലിദ്. അപ്പോൾ 10 പേരുടെ ഉപ്പയായ ഒരു മനുഷ്യൻ്റെ അരികിലൂടെ ഞാൻ നടന്നുപോയി എന്നർത്ഥം. മറർത്തു ബി റജുലിൻ അബി അശ്റത്തിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഐ വാലിദി അശ്റത്തിൻ,
10 പേരുടെ ഉപ്പയായ ഒരാളുടെ അരികിലൂടെ ഞാൻ നടന്നുപോയി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇപ്പൊ തന്നെ പഠിക്കുക വിഷയം. 10 കാര്യങ്ങളിൽ 4 എണ്ണം. ഇപ്പൊ തന്നെ പഠിക്കുക. ഏതൊക്കെയാണ്? റഫ്, നസ്ബ്, ജർ, തൗഹീദ്, തസ്നിയ, ജംഅ്, താരീഫ്, തൻകീർ, തദ്കീർ, തഅനീസ്. ഇതിൽ ആദ്യത്തെ 3 എണ്ണത്തിൽ നിന്ന് ഒന്ന്, രണ്ടാമത്തെ 3 എണ്ണത്തിൽ നിന്ന് മറ്റൊന്ന്, പിന്നെ 2 എണ്ണത്തിൽ നിന്ന് വേറൊരൊന്ന്, ലാസ്റ്റത്തെ 2 എണ്ണത്തിൽ നിന്ന് ഇതൊന്നും അല്ലാത്തൊന്ന്. അപ്പോൾ മൊത്തം 4 1 4 4 എണ്ണത്തിൽ യോജിക്കണം. 4 എണ്ണത്തിൽ